നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ ഒരു ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരുന്നു. അതാണ് കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ സാധാരണക്കാരന് ലഭ്യമാകേണ്ട വിവിധ സേവനങ്ങൾ, സർക്കാർ സേവനങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ, അത് കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ സാധാരണക്കാരന് വീടുകളിലിരുന്നു കൊണ്ട് തന്നെ അവരുടെ സ്മാർട്ട് ഫോൺ വഴി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷ ഏത് ഉദ്യോഗസ്ഥനാണ് കൈകാര്യം ചെയ്യുന്നത്, ഇപ്പോൾ അതിൻ്റെ തൽസ്ഥിതി എന്താണ്, അതിനുശേഷം അതിൻ്റെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒരൊറ്റ ക്ലിക്കിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിട്ടുള്ളത്. 2024 ജനുവരി മാസം 1-ാം തീയതി ഈ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. ആദ്യഘട്ടത്തിൽ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും മാത്രമായിരുന്നു സേവനങ്ങൾ ലഭ്യമായിരുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് എല്ലാ പഞ്ചായത്തുകളും, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഴുവനുമായിട്ട് ഉൾപ്പെടുത്തി കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ നവീകരിച്ചു. ഇന്ന് നമ്മളുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും, അതായത് സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും വളരെ സുഗമമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ അത് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം വഴി നമുക്ക് ആപ്ലിക്കേഷൻ്റെ സേവനങ്ങളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആധാർ ബേസ്ഡ് OTPയും അതോടൊപ്പം തന്നെ മൊബൈൽ വെരിഫിക്കേഷൻ എല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു രജിസ്ട്രേഷൻ ആവുകയാണ്. പിന്നീട് നമ്മളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തന്നെ പല സേവനങ്ങൾക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതുമായിരിക്കും. മുൻപെല്ലാം തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വിവാഹ രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ, ഇതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ സ്ഥാപനങ്ങളുടെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഇനി അത് മാത്രമല്ല, ഒരു വീട് പണിയുകയാണ്, അതിൻ്റെ പെർമിറ്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലേക്ക് നമ്മൾ പോയി, അതായത് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. സർക്കാർ ഓഫീസുകളിൽ പോയി അല്ലെങ്കിൽ ജീവനക്കാരെ കാണുകയും അല്ലെങ്കിൽ ഓരോ ഓഫീസർമാർ പറയുന്നതനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ ഒരു 100 പ്രശ്നങ്ങൾ മുൻപ് അഭിമുഖീകരിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് ഇതെല്ലാം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ആപ്ലിക്കേഷനിൽ ബന്ധപ്പെട്ട രേഖകളെല്ലാം സമർപ്പിച്ച് നമ്മൾ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ഓഫീസറാണ് കൈകാര്യം ചെയ്യുന്നത്, അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിനുശേഷം ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഫോണിലേക്ക് മെസ്സേജ് എത്തുന്നു, പേയ്മെൻറ്റ് ഓപ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനും സാധിക്കുന്നതാണ്. അതായത് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ സർക്കാർ സേവനങ്ങൾ മാറി എന്നുള്ളതാണ് കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊണ്ട് ജനങ്ങൾക്കുള്ള പ്രയോജനം. അപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. മുൻപൊക്കെ നമ്മൾ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ഓഫീസുകൾ കയറി ഇറങ്ങി നമ്മൾ നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ഇപ്പോൾ വീഡിയോ KYC വഴി കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി തന്നെ വളരെ സുഗമമായിട്ട് നടത്താം. അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വെരിഫിക്കേഷൻ ചെയ്യുകയും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി ഈ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയൊരു സംവിധാനമാണ് കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. തീർച്ചയായിട്ടും ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഇതിൽ രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. പിന്നീട് പല സേവനങ്ങൾക്ക്, പല ആവശ്യങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.